ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ദിവസങ്ങൾ മാത്രം. പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് സംവിധാനം ഇത്തവണ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 20 ആഴ്ചകൾക്ക് ശേഷവും ഗർഭഛിദ്രം അനുവദിക്കുന്ന വിധത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചു. കേരളത്തിൽ വേനൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടിയും കിഴിച്ചും വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മെയ് 4-ന് രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണുക. തുടർന്നുള്ള മണിക്കൂറുകളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ കൌണ്ടിംഗ് ഏജന്റുമാർ പാലിക്കേണ്ട നിബന്ധനകൾ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയോ തിരഞ്ഞെടുപ്പ് ഏജന്റോ നൽകിയിട്ടുള്ള ഫോം 8-ന്റെ കോപ്പി, റിട്ടേണിംഗ് ഓഫീസർ നൽകിയ സീലും ഒപ്പമുള്ള ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നിവയുമായി എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുന്നത്. മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയ കൈവശം വയ്ക്കാനോ വോട്ടെണ്ണലിനിടെ ഹാളിന് പുറത്തേക്ക് പോകാനോ അനുവദിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് സംവിധാനം നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിങ്കളാഴ്ച വോട്ടെണ്ണൽ നടക്കുന്ന എല്ലായിടങ്ങളിലും ഇത് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തിങ്കളാഴ്ച വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നവർക്കായി 3 തലങ്ങളിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലെ ആദ്യ 2 തലങ്ങളിലും ഉദ്യോഗസ്ഥർ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചാവും പ്രവേശനം അനുവദിക്കുക. ഇതിനുശേഷം വോട്ടെണ്ണൽ ഹാളിന് തൊട്ടടുത്തുള്ള 3-ാം ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്ത ശേഷം മാത്രമേ പ്രവേശിക്കാൻ സാധിക്കൂ. റിട്ടേണിംഗ് ഓഫീസർ അടക്കം എല്ലാവർക്കും ഇത് ബാധകമായിരിക്കും. മാധ്യമപ്രവർത്തകർക്ക് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിച്ചിട്ടുള്ള മീഡിയ സെന്ററുകളിലേക്ക് പ്രവേശനം അനുവദിക്കും. ഇതിനായി പ്രത്യേകം നൽകുന്ന അനുമതി പത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം. പീഡനത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭധാരണ കേസുകളിൽ ഗർഭഛിദ്രത്തിന് കർശനമായ സമയപരിധി ഉണ്ടാകരുതെന്ന് സുപ്രീംകോടതി. ഇത്തരം കേസുകളിൽ 20 ആഴ്ചയ്ക്ക് ശേഷം ഗർഭഛിദ്രം അനുവദിക്കുന്ന നിയമ ഭേദഗതി പരിഗണിക്കണമെന്നും കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി. മാറുന്ന കാലത്തിനനുസരിച്ച് നിയമത്തിൽ മാറ്റമുണ്ടാകണമെന്നും കോടതി നിരീക്ഷിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്തെ ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. വർദ്ധിച്ച ഇന്ധനച്ചെലവും മേഖലയിലെ പ്രതിസന്ധിയും യാത്രാനിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി. എന്നാൽ കൃത്യമായ ഇടപെടലിലൂടെ തീർത്ഥാടകരെ ഇത് വലിയ രീതിയിൽ ബാധിക്കാതിരിക്കാൻ നടപടി കൈക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് ക്യാമ്പിന് നെടുമ്പാശ്ശേരിയിൽ തുടക്കമായി. ആദ്യ ഹജ്ജ് വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 430 തീർത്ഥാടകരുമായി പുറപ്പെട്ടു. 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത്. കേരളത്തിലെ 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി 13,194 പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി യാത്ര തിരിക്കുന്നത്. ബംഗളൂരിൽ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ മരിച്ച 2 മലയാളികൾക്കും വിട നൽകി ജന്മനാട്. കുടുംബശ്രീയുടെ വിനോദയാത്രാ സംഘത്തിലെ പിറവം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് ഇന്നലെയുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഇന്നുച്ചയ്ക്ക് രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കാരം നടന്നു. തൃശൂരിൽ പാമ്പുകടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരൻ അനോഷ് സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. കൊടകര സ്വദേശികളായ സിൽജോ, ജോൺസി ദമ്പതികളുടെ മകനാണ് അനോഷ്. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അനോഷിനും സഹോദരൻ അൽജോയ്ക്കും ഈ മാസം 18-നാണ് പാമ്പുകടിയേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ സഹോദരൻ അൽജോ മരിക്കുകയായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യ മൊബൈൽ റീചാർജ് നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്യുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ AI നിർമ്മിതമാണെന്നും ഇത്തരം വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ പരിശോധിക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം അറിയിച്ചു. രാജ്യ താൽപര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
ഇന്ത്യൻ മണ്ണിൽ ഒരു സാഹചര്യത്തിലും ഭീകരപ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ ഉച്ചകോടി 2.0-ൽ അദ്ദേഹം വ്യക്തമാക്കി. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് കനത്ത വേനൽ ചൂടിന് ആശ്വാസമായി വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യം ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗം വിലയിരുത്തി. ജലശുചീകരണം, സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ, സ്കൂളുകളുടെയും കിണറുകളുടെയും കുടിവെള്ള ടാങ്കുകളുടെയും വൃത്തി ഉറപ്പുവരുത്തൽ, പുഴകളുടെയും കനാലുകളുടെയും ശുചീകരണം, ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കൽ, അഴുക്കുചാൽ വൃത്തിയാക്കൽ, റോഡ് സുരക്ഷ, കടൽഭിത്തി നിർമ്മാണം, മഴക്കാല രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. എല്ലാ ഫയർ സ്റ്റേഷനുകളിലും അവശ്യ സാധനങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. പാലക്കാട് ജില്ലയിൽ പകൽ താപനില ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയുൾപ്പെടെ എല്ലാ തൊഴിൽ മേഖലകളിലും ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടിയിൽ കൂടുതൽ ഉയരമുള്ള തോട്ടങ്ങളിൽ സൂര്യാഘാത സാധ്യതയില്ലാത്തതിനാൽ പകൽ തൊഴിൽ സമയ ക്രമീകരണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഉഷ്ണതരംഗത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് തോട്ടം മേഖലയിൽ ഉൾപ്പെടെ ജോലി സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ജലവൈദ്യുതി ദൂർത്തടിച്ചതിനാലാണ് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായതെന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ നൽകിയ വാർത്ത തികച്ചും വസ്തുതാ വിരുദ്ധമാണെന്ന് KSEB. കാര്യക്ഷമമായ ആസൂത്രണമാണ് ജല മാനേജ്മെന്റ് സംബന്ധിച്ച് KSEB നടത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം കെടുത്തുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അധികൃതർ അറിയിച്ചു. ഫുട്ബോളും ജേഴ്സിയും വാങ്ങാൻ പെട്ടിക്കട തുടങ്ങിയ ഒരു കൂട്ടം കുട്ടികളെ ഇനി പരിചയപ്പെടാം. വേനൽ അവധിക്കാലത്ത് പത്തനംതിട്ട, പന്തളം, ചേരിക്കലിൽ തുടങ്ങിയ കുട്ടിക്കൂട്ടത്തിന്റെ പെട്ടിക്കട നാട്ടിൽ സൂപ്പർ ഹിറ്റായിരിക്കുകയാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയ ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ആദിത്യൻ, ശ്രീഹരി, ദേവപ്രയാഗ്, ആദിശ്രീ, റൂത്ത്, ശ്രീകുട്ടൻ എന്നീ 6 പേരടങ്ങുന്ന കുട്ടിക്കൂട്ടം പെട്ടിക്കട സംരംഭം ആരംഭിച്ചത് വേനൽ അവധിക്കാലത്ത് കച്ചവടം നടത്തിക്കിട്ടുന്ന പൈസയ്ക്ക് ഫുട്ബോളും ജേഴ്സിയും വാങ്ങണം എന്ന ആഗ്രഹത്തോടെയാണ്. നാട്ടുകാരും ഇവർക്കൊപ്പം കൂടിയതോടെ കച്ചവടം പൊടിപൊടിച്ചു. സംഭവം കേട്ടറിഞ്ഞ് അധ്യാപകരും ഇവരുടെ കടയിലെച്ച് സ്നേഹത്തിനൊപ്പം പൈസയും നൽകി അനുഗ്രഹിച്ചു. മാത്രമല്ല, കുട്ടി സംരംഭകർക്ക് ഫുട്ബോളും ജേഴ്സിയും വാങ്ങി നൽകാൻ സ്പോൺസർമാരും എത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ആകാശവാണി തിരുവനന്തപുരം നിലയം സ്വാതി തിരുനാൾ സംഗീതോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംഗീതാർച്ചന നാളെ തിരുവനന്തപുരത്ത് നടക്കും. കോട്ടയ്ക്കകം ലെവി ഹാളിൽ നാളെ രാവിലെ 9 മണിക്ക് ഭദ്രദീപം തെളിച്ച ശേഷം മരുത്തൂർവട്ടം ബാബുവും സംഘവും നാഗസ്വരത്തിൽ വായിക്കുന്ന കൃതികളോടെയാകും തുടക്കം. പ്രവേശനം സൌജന്യമാണ്. സംഗീതാർച്ചന കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ തത്സമയം പ്രക്ഷേപണം ചെയ്യും. നിയമസഭാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി മെയ് 3 വരെ നിയമസഭാ മന്ദിരവും മ്യൂസിയവും പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയും പൊതു അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെയും പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 582 പോയിന്റ് താഴ്ന്ന് 76,913-ലും നിഫ്റ്റി 180 പോയിന്റ് നഷ്ടത്തിൽ 23,997-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്ന് 3 തവണ ഉയർന്നു. ഇന്നത്തെ വിലയിൽ നിന്നും പവന് 1,680 രൂപ വർദ്ധിച്ച് 1,12,000 രൂപയും ഗ്രാമിന് 14,000 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ ദിവസങ്ങൾ മാത്രം. പ്രതീക്ഷയോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃത പ്രവേശനം തടയുന്നതിന് QR കോഡ് സംവിധാനം ഇത്തവണ നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബലാത്സംഗത്തിന് ഇരയായവർക്ക് 20 ആഴ്ചകൾക്ക് ശേഷവും ഗർഭഛിദ്രം അനുവദിക്കുന്ന വിധത്തിൽ നിലവിലെ നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തീർത്ഥാടകരുടെ ആദ്യ സംഘം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചു. കേരളത്തിൽ വേനൽമഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.